വിയറ്റ്നാം യുദ്ധത്തിൽ മുറിവേറ്റ ഒരാളെ ഒരു പട്ടാള ആശുപത്രിയിൽ പ്രവേശിച്ചു. അതീവ ഗുരുതര അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം. അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം മുറിവേറ്റു. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമായി. ഇനിയും ഒരു സാധാരണ ജീവിതം അദ്ദേഹത്തിന് സാധ്യമല്ല. അനേക അപരിചിതർ അദ്ദേഹത്തെ പരിചരിക്കുന്നു. എങ്ങും യുദ്ധത്തിൻ്റെ ആരവം കേട്ടുകൊണ്ടിരിക്കുന്നു. തൻ്റെ ചുറ്റിനും കരച്ചിലിൻ്റെയും തേങ്ങലിൻ്റെയും ശബ്ദം മുഴങ്ങുന്നു. ആരാണ് ചുറ്റിനും, എന്താണ് നടക്കുന്നത് എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അനേക ആരോഗ്യ പ്രവർത്തകർ വരുന്നു. അവർ മരുന്നുകളും ഒക്കെ തൻ്റെ മുറിവുകളിൽ വെക്കുന്നു. അന്ന് ആ ദിവസം 2000 മൈലുകൾ സഞ്ചരിച്ച് തൻ്റെ മാതാവ് അദ്ദേഹത്തെ കാണുവാൻ ആശുപത്രിയിൽ വന്നു. ഒരു വാക്കുപോലും മിണ്ടാതെ ആ മാതാവ് തൻ്റെ നെറ്റിയിൽ കൈവച്ചു. അയാളുടെ ശരീരം ആ സ്പർശനം ഒരു നിമിഷം കൊണ്ട് തിരിച്ചറിഞ്ഞു. അമ്മേ, ഇത് അമ്മയാണോ? ഇത് അമ്മ തന്നെയാണ്. മദർ, ഈസ് ദാറ്റ് യു? ഇറ്റ് മസ്റ്റ് ബി യു. ഒരു വാക്കുപോലും ആ അമ്മ സംസാരിച്ചില്ല. എന്നാൽ ഒരൊറ്റ സ്പർശനം. അദ്ദേഹത്തിന് മനസ്സിലായി അത് അമ്മയുടേതാണെന്ന്. കഴിഞ്ഞ മണിക്കൂറുകൾ അനേകർ തന്നെ സ്പർശിച്ചു. അനേകർ തൻ്റെ ശരീരത്തിൽ പരിശോധന നടത്തി. അനേകർ മുറിവ് കെട്ടി. എന്നാൽ ആ സ്പർശനം അത് അതുല്യ സ്പർശനമാണ്. അനുപമമായ, സമാനതകളില്ലാത്ത സ്പർശനമാണത്, അമ്മയുടെ സ്പർശനം. എന്നാൽ അതിലും വലിയ അതിവിശിഷ്ടമായ ഒരു തലോടലുണ്ട്. അത് നമ്മെ ഉണ്ടാക്കിയ നമ്മുടെ ദൈവത്തിൻ്റെ സ്പർശനമാണ്. അതാണ് നമ്മുടെ ആത്മാവിൽ അനുഭവിക്കുവാൻ പറ്റിയ ഏക സ്പർശനം. ഒരുപക്ഷെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നാം അത് കാണുന്നില്ലായിരിക്കാം. എന്നാൽ അത് നമ്മുടെ അന്തരാത്മാവിൽ അനുഭവിക്കാം. ദൈവിക വാക്കുകൾ നമ്മുടെ ബാഹ്യ ചെവികൾ കൊണ്ട് കേൾക്കുന്നില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ ആത്മാവിൽ നമുക്കത് കേൾക്കുവാൻ സാധിക്കും. ഒരു കുഞ്ഞ് അമ്മയുടെ അടുത്ത് സ്വസ്ഥമായിരിക്കും പോലെ നമ്മെ ശാന്തമാക്കുവാൻ കഴിയുന്ന ഏക സ്പർശനം, ശബ്ദം, സാന്നിധ്യം, അത് ദൈവത്തിൻ്റെ മാത്രമാണ്. എല്ലാവരും നമ്മുടെ അടുക്കൽ വന്ന് അവർക്ക് ചെയ്യുവാൻ സാധ്യമായതിൻ്റെ പരമാവധി ചെയ്തിട്ട് അവർ മടങ്ങുന്നു. അവർക്ക് മടങ്ങിയേ പറ്റൂ. അവർ പരിമിതരാണ്. എന്നാൽ ദൈവസാന്നിധ്യം അത് നമ്മെ വിട്ടുമാറുന്നില്ല. നിനക്കിപ്പോൾ ആവശ്യമായത് ഒരു ദൈവിക സ്പർശനമാണ്. നമ്മുടെ മുറിവുകളിൽ ദൈവം തൊടുന്നു. തൻ്റെ ആണിപ്പഴുതേറ്റ കരങ്ങൾ കൊണ്ട് കർത്താവ് നമ്മെ സ്പർശിക്കുന്നു. നാളുകളായി ഉണങ്ങാതെ കിടക്കുന്ന മുറിവുകൾ ആ സ്പർശനത്താൽ ഉണങ്ങുന്നു. ആത്മാവിൽ അനുഭവിക്കുന്ന ഉത്കണ്ഠയും വിഷാദവും വേദനയും ആ സ്പർശനം ഇല്ലാതാക്കുന്നു. മനുഷ്യർ മുറിച്ചതിനെ ആ സ്പർശനം സൗഖ്യമാക്കുന്നു. മനുഷ്യർ തൊടുവാൻ അറയ്ക്കുന്നതിനെ ദൈവം തൊടുന്നു. മനുഷ്യർ അവഗണിച്ച മുറിവുകളെ ദൈവം തൊട്ട് സൗഖ്യമാക്കുന്നു. ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. ആർക്കും നിന്നെ വേണ്ടെങ്കിലും ദൈവത്തിന് നിന്നെ വേണം. അവനൊരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ്ണു വീണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോടുപോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരുശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളംപുല്ലുപോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ